എൻ്റെ മുന്നിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള സംപൂജ്യ സ്വാമിമാർ, ഗുരുക്കന്മാർ, എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ വിനീതം. ഇന്നിവിടെ ആദരണീയനായിട്ടുള്ള ഫാദർ മനോജ് ഗുരുജി കുറെ കാലമായിട്ട് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ശ്രമിക്കുവാനൊക്കെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരു വലിയ ആശയത്തെ, സത്യത്തിന്റെ ആശയം എന്താണോ സത്യം, സത്ത് ഭാവമായിട്ടുള്ളത് സത്യം. സത്തെന്നാൽ കാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്, സത്ത് ഭാവമായിട്ടുള്ളത് എന്തോ അത് സത്യം എന്ന് വെച്ചാൽ സത്യത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകും. മാറ്റമുണ്ടാകുന്നത് മിഥ്യയാണ്. അതാണ് ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ. ജഗത്തിലെ എല്ലാത്തിനും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. മിഥ്യ എന്നാൽ ഇല്ലാത്തതെന്നല്ല അർത്ഥം, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് മിഥ്യ. ബ്രഹ്മം അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. കാരണം അത് ഉണ്ടായതല്ല, അതെന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും ഉണ്ട്. കാലങ്ങളിലും നിലനിൽക്കുന്നത് എന്തോ അത് സത്യം, അത് ബ്രഹ്മം. ബാക്കിയെല്ലാം മായയാണ്. ആ സത്യത്തെ കുറിച്ചുള്ള അന്വേഷണവും അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ പ്രചരിപ്പിക്കലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുജി മനോജ്ജിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്യുന്നത് ഭാരതീയ സനാതന ധർമ്മത്തിലെ ഋഷി പരമ്പരകൾ, ഋഷി മീൻസ് സയന്റിസ്റ്റ്, ഭാരതീയ സയന്റിസ്റ്റുകളാണ് ഋഷിമാർ, സന്യാസിമാരല്ല ഋഷിമാർ. സയന്റിസ്റ്റുകളായിട്ടുള്ള ഋഷിമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തെ അന്വേഷിച്ച് ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന അറിവുകളെ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കുക. ഏതൊരു വ്യക്തിയും, ഗുരു മാത്രമല്ല, ഗുരു എല്ലാവരിലും ഉണ്ട്. ഗുരു ഒരു തത്വമാണ്, ഒരു വ്യക്തിയല്ല. ഗുരു എന്ന തത്വം ആരിലുണ്ടോ അവർ ഗുരു. ഈ കാണുന്ന സ്ഥൂല ശരീരത്തിലുള്ള ആ ഗുരുതത്വം, അതാണ് നാമൊക്കെ ഇന്ന് ഗുരു എന്ന് പറയുന്നത്. ഇതേ തത്വം തന്നെയാണ് ബ്രഹ്മവും. ഈശ്വരൻ തന്നെ ഗുരു, ഗുരു തന്നെയാണ് ഈശ്വരൻ. ഈ ഓരോ ഗുരുവും ഗുരു അതേ ഉള്ളൂ. പക്ഷെ ഓരോരുത്തരിലും ഉള്ള ഈ ശിഷ്യനിലുമുണ്ട്, ഗുരുവിലുമുണ്ട്, ബ്രഹ്മത്തിലുമുണ്ട്. അവിടെയാണ് കർത്താവ്, ഭോക്താവ്, സാക്ഷി. അടിസ്ഥാനപരമായി ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആത്മീയത അതാണ്. ആത്മീയതയും ആധ്യാത്മികതയും രണ്ടാണ്. ഇവിടെ പറയുന്നു, ആധ്യാത്മികതയും ആത്മീയതയും ഒന്നല്ല, രണ്ടാണ്. ആധ്യാത്മികത ഈ വ്യാവഹാരിക ലോകത്തുള്ളതാണ്, ജഗത്തിലുള്ളതാണ്. ബാഹ്യമായി ഈ ശരീരവും ഈ ശരീരത്തിന് പുറത്തുള്ളതും ആണ് ആത്മീയത. ആത്മീയതയുടെ ഭാഗമാണ് മതം, മതത്തിന്റെ ഭാഗമാണ് ആത്മീയത. ആത്മീയത എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മാ, ഞാൻ, അഹം, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആത്മീയത. അതിനു മുൻപുള്ള പ്രൈമറി പഠനങ്ങളൊക്കെയാണ് അച്ചടക്കം. ജീവിതത്തിലെ വ്യാവഹാരിക ലോകത്തിന്റെ അച്ചടക്കത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആത്മീയ വ്യവസ്ഥകളെല്ലാം. ഈ ആധ്യാത്മികതയിൽ പെടുന്നതാണ് മതം, ജാതി, കുലം, ഗോത്രം, വർണ്ണം. ഇതെല്ലാം
ആത്മീയതയ്ക്ക് പുറത്തും. ഇതിനെയൊക്കെ വിട്ട് ത്യജിച്ച് വിരക്തി വന്നാൽ മാത്രമേ ആത്മീയത തെളിഞ്ഞു വരൂ. വ്യാവഹാരിക ലോകത്ത് അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്ത് വിരാജിക്കുന്ന ഒരാൾക്ക് ആത്മീയ അനുഭൂതി ഉണ്ടാവില്ല. ഉറപ്പിച്ചു പറയാം. പുസ്തകങ്ങളിലൂടെയും കേട്ടറിഞ്ഞതുമല്ല ആത്മീയത. ആത്മീയത അനുഭവിച്ചറിയാനുള്ളതാണ്, അനുഭൂതിയാണ് ആത്മീയത. ആധ്യാത്മികത അനുഭൂതിയല്ല, അത് ബാഹ്യമായിട്ടുള്ള അറിവുകൾ. എല്ലാ മതങ്ങളും പറയുന്നത് ആധ്യാത്മികത. ഈ ആത്മീയത, അതായത് ഞാൻ ആര് എന്ന അന്വേഷണമാണ് ആത്മീയത. ആ ഞാൻ ആര് എന്ന് അന്വേഷിക്കണമെങ്കിൽ പലതും ഒന്നൊന്നായി ത്യജിക്കണം. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നേതി ന ഇതി. ഇതല്ല, ഇതല്ല, ഒന്നൊന്നായി ഞാൻ തേടുന്നത് ഇതല്ല. ഇങ്ങനെ ഒന്നൊന്നായി ത്യജിച്ച് ത്യജിച്ച് ഇനി ഒന്നും ഉപേക്ഷിക്കാനില്ലാതെ വരുമ്പോൾ എന്ത്? അതാണ് ആത്മാവ്. ആ അന്വേഷണത്തിൽ ആദ്യം നമ്മൾ ത്യജിച്ചു വരുന്നത് ഇന്ദ്രിയ വിഷയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന വിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാവണം. പ്രത്യാഹാരം എന്ന് പറയും. പ്രത്യാഹാരം സംഭവിക്കാത്ത ഒരാൾക്ക് ആത്മാവിനെ അറിയില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കണം. ധാരണ, അതിനെ ധാരണ എന്ന് പറയും. മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനെ ധാരണ. ആ ധാരണയിൽ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകരുത്. അതിനെയൊക്കെ ത്യജിച്ചാൽ മാത്രം മനസ്സ് ഉറച്ചു നിൽക്കും. ഉറച്ച മനസ്സിനെ ധ്യാനം ചെയ്യാൻ കഴിയും. ഏകാഗ്രമാകാത്ത മനസ്സിന് ധ്യാനം ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ധ്യാനത്തിന് പോകും, അല്ലെ? എങ്ങനെ? കണ്ണടച്ചിരിക്കുന്നു, മനസ്സ് ഇങ്ങനെ പലയിടത്തും പോകും. അതിനല്ല, ധ്യാനത്തിന് തന്നെ പല ലെവൽസ് ഉണ്ട്. ഏകാഗ്ര ചിത്തത്തിന് മാത്രമേ ധ്യാനം ചെയ്യാൻ കഴിയൂ. ധ്യാനത്തിന്റെ പൂർണ്ണതയിലാണ് നമുക്ക് ഈ ഞാൻ തഥാ ദ്രഷ്ടു സ്വരൂപേണ വർത്താനം. അപ്പോൾ ദ്രഷ്ടാവിന്റെ സ്വരൂപത്തിലായിരിക്കും ഞാൻ. എന്ന് വെച്ചാൽ ദ്രഷ്ടാവെന്നാൽ സച്ചിദാനന്ദമാണ്. ദ്രഷ്ടാവിന്റെ സ്വരൂപം ആനന്ദമാണ്, ജ്ഞാനമാണ്, ഉണ്മ സത്യമാണ്. സത്യമായതും അത് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥത്തിലൊക്കെ ബ്രഹ്മം എന്ന പദമല്ല പറയുന്നത്, അറിവെന്നാണ് പറയുന്നത്. അറിവ്. ബ്രഹ്മം എന്ന പദത്തിനെല്ലാം ഉപയോഗിക്കുന്നിടത്ത് അദ്ദേഹം അറിവെന്നാണ് പറയുന്നത്. ജ്ഞാനമാണ് ഈശ്വരൻ. ആ ജ്ഞാനമാണ്, അത് ആനന്ദമാണ്. ഈ ആനന്ദ സ്വരൂപത്തിലായിരിക്കും നാം എപ്പോൾ എല്ലാം ത്യജിച്ച് ത്യജിച്ച് ഏകാഗ്രചിത്തമായി അതിന്റെ പൂർണ്ണതയിൽ, ആ ധ്യാനത്തിന്റെ പൂർണ്ണതയിൽ അനുഭൂതി തലത്തിൽ നാം എത്തിച്ചേരുമ്പോൾ ആനന്ദ സ്വരൂപത്തിലായിരിക്കും. അതാണ് ആത്മാവ്, ആത്മീയത. എന്നാൽ ഇത് യുവാക്കളിൽ, ആത്മീയത യുവാക്കളിൽ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ഈ ഒരു ജന്മം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ സർവസംഘ പരിത്യാഗി ആഹാരമല്ല ഈ ജന്മം എടുത്തത്. പൂർവജന്മകൃതമായ കുറെ പ്രാരബ്ധവുമായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്.
ആ പ്രാരബ്ധം അനുഭവിക്കുന്നതോടൊപ്പം സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ സത്കർമ്മങ്ങൾ ചെയ്ത് വ്യാവഹാരിക ലോകത്തെ സംരക്ഷിച്ച് അതിനെ അനുഭവിച്ച് ഈ വ്യാവഹാരിക ലോകത്തെ നിലനിർത്തേണ്ട ബാധ്യത യുവാക്കൾക്കാണുള്ളത്. ആ കടമകളിൽ നിന്ന് നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. ആ കടമകൾ സംരക്ഷിച്ചും അതിനെ നിലനിർത്തിക്കൊണ്ടും വേണം നിങ്ങൾ ആത്മീയ അന്വേഷണം നടത്തുവാൻ. അല്ലാതെ ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല. ഈ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് ചതുരാശ്രമങ്ങളെ കുറിച്ച്. ഒരു മനുഷ്യൻ ബ്രഹ്മചര്യാശ്രമം, ഗാർഹസ്ഥ്യാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, ഈ 4 ആശ്രമങ്ങൾ പാലിക്കണം. 4 ആശ്രമങ്ങളിലൂടെയാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. അതനുഭവിക്കാനാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. ആ ധാർമ്മികത എന്തെന്ന് പഠിച്ചും ആ ധാർമ്മികത പ്രചരിപ്പിച്ചും ആ ധർമ്മത്തെ സംരക്ഷിച്ചും ആ ധർമ്മത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അധർമ്മത്തിനെതിരെ പ്രതിരോധിച്ചും നിങ്ങൾ ഇവിടെ ജീവിക്കണം. അതോടൊപ്പം നിങ്ങൾ ഞാൻ ആര്, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ജന്മം എടുത്തത്, നാളെ ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഇതാണ് നമ്മുടെ ജന്മലക്ഷ്യം. ഇതാണ് ആത്മീയത. വലിയൊരു വിഷയമാണ്. ഇതിനെപ്പറ്റി ദിവസങ്ങളോളം ചർച്ച ചെയ്താൽ പോലും തീരാത്തൊരു വിഷയമാണിത്. അത് സമയപരിമിതി, പിന്നെ കൂടുതൽ സംസാരിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാം ആത്മബന്ധുക്കൾക്കും